കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവുമായിട്ടുള്ള ഒരു സന്ധ്യ കൂടെ സ്വർഗീയ പിതാവ് നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നു. ഈ സന്ധ്യയില് തിരുവചനം പഠിക്കുവാനായിട്ട് സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തില് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ പഠനം, ആരംഭങ്ങളുടെ പുസ്തകമെന്ന് അറിയപ്പെടുന്നതായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും തുടക്കം കുറിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് ലോകത്തിൽ ഉള്ളതായ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം ഉൽപ്പത്തിയിൽ നിന്നെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പാഴും ശൂന്യവുമായി കിടന്നിരുന്നതായിട്ടുള്ള ഭൂമിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം മുഖാന്തരം രൂപവും ഭാവവും താളവും ക്രമവും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആത്മീയ ജീവിതവുമായിട്ട് നമ്മളത് കോർത്തിണക്കിയപ്പോൾ അന്ധകാരാവൃതമായിരിക്കുന്നതായ ഒരു ക്രമീകരണവും ഇല്ലാതെ, ക്രമമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള, നടപ്പിന് ക്രമമില്ലാതെ, ജീവിതത്തിന് ക്രമമില്ലാതെ ജീവിക്കുന്നതായ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ അതൊരു ക്രമമുള്ള അനുഭവത്തിലേക്ക്, താളമുള്ള, ലയമുള്ള അനുഭവത്തിലേക്ക് അത് കടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. തുടർന്ന് ദൈവത്തിന്റെ 6 ദിവസത്തെ ക്രിയേഷനെ കുറിച്ചിട്ടാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ദിവസത്തിലെ ആ ക്രിയേഷനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 3-ാമത്തെ വാക്യം മുതൽ നമുക്ക് അങ്ങോട്ട് വായിച്ചു തുടങ്ങാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിനെ രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചു നിർത്തിയത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ളതായ ദൈവ കൽപ്പന. ഇവിടെ നമ്മൾ അവിടെ കണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ ത്രിയേകത്വം, ട്രിനിറ്റി ഓഫ് ഗോഡ്. തുടക്കം മുതൽ തന്നെ ദൈവത്തിന്റെ വചനം പരാമർശിക്കുന്നതായിട്ടുള്ള ഒരു തിയോളജിക്കൽ പോയിന്റ് കൂടെയാണ് ട്രിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തെ കാണാം, പരിശുദ്ധാത്മാവിനെ കാണാം, ദൈവപുത്രനായ ക്രിസ്തുവിനെ വചനത്തിന്റെ രൂപത്തിലും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. തന്റെ വാക്കുകളിൽ കൂടെയാണ് സർവശക്തനായിട്ടുള്ള ദൈവം ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ വാക്ക്, ആ വചനം എന്ന് പറയുന്നത്, ആ ശബ്ദം, ആ വേർഡ്, അത് ലോഗോസ് ആണ് എന്ന് മനസ്സിലാക്കി ആ ലോഗോസ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ്സിലെ ഹൈന്ദവ പുരാണത്തിലൊക്കെ, ഹിന്ദുയിസത്തിലൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഓം എന്ന ശബ്ദം, ആ ശബ്ദത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഭൂമിയുടെ സകല ഉൽപ്പത്തിയും അടങ്ങിയിരിക്കുന്നത് ആ ഓം എന്ന് പറയുന്ന ശബ്ദത്തിലാണ് എന്നാണ് ഹിന്ദുയിസത്തിലും ഹൈന്ദവ പുരാണങ്ങളിലും അവർ വിശ്വസിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഇവിടെ നമ്മൾ പറയുന്നതും എന്താണ്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതുമല്ല. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നാം സർവശക്തനായിട്ടുള്ള ദൈവത്തെ, ആ വചനത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ജനം ഇന്നും യേശു ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുന്നതായ അനുഭവം, അതാണ് ഇത് തമ്മിലുള്ളതായ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒരു കൂട്ടം ആളുകള് ചിന്തിക്കുന്നത് ഓം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് ആണ്, അതാണ് സകലവും, അതാണ് പരമം, അവിടെ നിന്നാണ് എല്ലാം ഉത്ഭവിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇത് യേശുക്രിസ്തു ആണ് എന്ന് അറിയുവാനായിട്ടുള്ള പരിജ്ഞാനം അവർക്കില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന്, അരയോകുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ആ പ്രസംഗം കൂടെ, ആ സംഭവം കൂടെ എടുത്ത് കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അറിയാത്ത അജ്ഞാത ദേവനെ ആരാധിക്കുന്നതായ ഒരു കൂട്ടം ജനം, അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പിന്നീട് ഈ അജ്ഞാത ദേവൻ നിങ്ങൾ അറിയാതെ ആരാധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ യേശുവിനെ അറിയുക, സത്യദൈവത്തെ അറിയുക എന്നുള്ളത് കൂടെ ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം ദൈവമാണ്, സർവശക്തനായിട്ടുള്ള ദൈവമാണ് ഇത് വെളിപ്പെടുത്തി തരികയും ചെയ്തതെന്നുകൂടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ അതിനുശേഷം നമ്മൾ കണ്ട വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുളടഞ്ഞ് കിടന്നതായ, അന്ധകാരാവൃതമായി കിടന്നതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയിരുന്നു. ആ യൂണിവേഴ്സിലേക്ക് എന്താണ് ദൈവം ആദ്യമേ കൊടുക്കുന്നത്? വെളിച്ചത്തെയാണ്, പ്രകാശത്തെയാണ് അവിടെ ആദ്യമായിട്ട് നൽകുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ വെളിച്ചം കൊടുത്തതിന് ശേഷം പിന്നീട് ദൈവം അവിടെ ഒരു സെപ്പറേഷൻ വരുത്തുന്നുണ്ട്.
ആദ്യത്തെ സെപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെളിച്ചം വന്നു കഴിഞ്ഞതോടുകൂടെ ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും രണ്ടാക്കി വേർതിരിക്കുന്നതായിട്ടുള്ളതായ ഒരു അനുഭവത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ. അപ്പോ ദൈവത്തിന്റെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം വെറുതെ പഠിച്ചു പോയ കാര്യമില്ല. അത് പല കാര്യങ്ങൾ അടങ്ങി ഇരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവിക ഉദ്ദേശം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണെന്ന് ഓർത്തുകൊള്ളാം. ദൈവിക ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? പർപ്പസ് ഓഫ് ഗോഡ്. ആ പർപ്പസ് നമ്മളോട് കാണുക. വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ? there will be a separation എന്ന് പറഞ്ഞാൽ ദൈവജനവും ലോക മനുഷ്യനും തമ്മിൽ അകർന്നിരിക്കണം. ദൈവജനവും ലോകവും തമ്മിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രവൃത്തികളും തമ്മിൽ അകന്നിരിക്കണം. വെളിച്ചത്തിന് ഇരുട്ടിനോട് കൂട്ടായ്മ ഇല്ല എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം, ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു വെളിച്ചം ഉണ്ടാകട്ടെ. എല്ലാവരുടെ കയ്യിലും, ഞാൻ ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഓർമ്മിപ്പിക്കുക, എല്ലാവരുടെയും ബൈബിള് ഉണ്ടാവണം. നിങ്ങൾ ബൈബിള് തുറന്നു വെക്കണം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യണം. വായിക്കേണ്ട, അത് ആ സമയത്ത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം. അപ്പോൾ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാവാം. 3-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അവിടെയും നോക്കിക്കോണം. ഇത് ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ പറയേണ്ടിയും വരും, സമയം ഒത്തിരി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൽപ്പനയാ, ദൈവകൽപ്പനയാ. എവിടെയാണ് ദൈവകൽപ്പന? ഇരുട്ടിന്റെ നടുവിൽ ദൈവത്തിന്റെ കൽപ്പന. വെളിച്ചം ഉണ്ടാകട്ടെ, ഒരു കമാൻഡാണ്. അവിടെ പെട്ടെന്ന് വെളിച്ചം ഉണ്ടാവുകയാണ്. വചനം അങ്ങോട്ട് പോയി, വചനത്തിൽ കൂടെ ഇതൊരു വലിയ പ്രവർത്തനം അവിടെ കാണുന്നു. വെളിച്ചം ഉണ്ടാകുന്നു. ആ വെളിച്ചം ദൈവത്തിന്റെ കൽപ്പനയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ മാറ്റുവാനായിട്ട് ദൈവത്തിന്റെ ഒരു വാക്ക് മതി. അന്ധകാരാവൃതമായി പോയിക്കൊണ്ടിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും വേദന നിറഞ്ഞതായിട്ടുള്ള അനുഭവങ്ങളിലും കൂടെ പോയിക്കൊണ്ടിരിക്കുക, ഇരുളടഞ്ഞിരിക്കുന്ന അനുഭവം. ആ ഇരുളടഞ്ഞിരിക്കുന്ന അനുഭവത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിനേ കഴിയത്തുള്ളൂ. രണ്ടു തരത്തിൽ നമുക്കത് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. അവന്റെ ശബ്ദത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇനി രണ്ടാമതായിട്ട് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷമില്ല, ഇരുട്ടിൻ്റെതായിട്ടുള്ള നടുവിൽ കൂടെ കടന്നു പോകുന്ന വലിയ പ്രതികൂലത്തിന്റെ അനുഭവം, ദൈവമക്കളെ, അവിടെയും നമുക്ക് ആശ്വാസവും സമാധാനവും വിടുതലും നൽകുവാനായിട്ട് നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. സോ രണ്ട് വഴിയിൽ ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? യേശുക്രിസ്തു ആകുന്ന വചനത്തിന് മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഇരുട്ട്, ഭൗതിക ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ കഴിയുകയുള്ളൂ. ഇനി ഈ ലോകത്തിൽ നമ്മൾക്കുള്ള ഇരുട്ട്, അത് ഭൗതികവും ആത്മീയവും ആയിക്കൊള്ളട്ടെ, നമ്മൾ അനുദിനം കടന്നു പോകുന്ന സങ്കടങ്ങൾ, വേദനകൾ, അല്ലെങ്കിൽ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ഒരു ഇരുട്ടിന്റെ അനുഭവമാണ്. കഷ്ടത എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത് ഒക്കെ ഒരു ഇരുട്ടിന്റെ അനുഭവമാണ്. ഈ ഇരുട്ട് മാറിപ്പോകാതെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം, ആ ആശ്വാസത്തിന് എവിടെ പോയാൽ ആശ്വാസം കിട്ടുന്നത്? നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം തുറന്ന് പരിശോധിച്ച് ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസം ലഭിക്കത്തില്ലേ? ഒരു 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 സന്തോഷത്തിന്റെ അനുഭവം, ഒരു പ്രത്യാശയുടെ അനുഭവം. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇന്ന് ഈ ഓൺലൈനിൽ കൂടെ വചനം പഠിക്കുവാനായിട്ട് കടന്നു വരുന്നത്? ഈ വചന പഠനം മുഖാന്തരം നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു ഉണർവ്, ചൈതന്യം, നവോന്മേഷം ദൈവം തരുന്നു. സംശയമൊന്നും വേണ്ട. നമ്മുടെ അന്ധകാരത്തെ അതിജീവിക്കുവാൻ ഈ വചനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വചനം, അത് കർത്താവായ യേശുക്രിസ്തു, അതോടൊപ്പം തന്നെ നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം, ഇത് രണ്ടും നമുക്ക് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വചനവും കർത്താവിന്റെ വചനമാണ്, ദൈവ നിശ്വാസീയമായിട്ടുള്ള തിരുവചനമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആശ്വാസം തരുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോ വെളിച്ചം, 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വെളിച്ചം നല്ലതെന്ന ദൈവം കണ്ടു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ വേർതിരിച്ചു. കർത്താവ് പറഞ്ഞില്ല രാത്രി നല്ലതെന്ന്. കർത്താവ് പറഞ്ഞെന്താ? വെളിച്ചം നല്ലത് എന്ന ദൈവം കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചത്തെ ദൈവം നല്ലതായിട്ട് കണ്ടു. ദെൻ ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഒരു സെപ്പറേഷൻ. There is a separation between day and night, or light and darkness. ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു സെപ്പറേഷൻ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. എന്താ പറയുന്നത്, യോഹന്നാന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഇരുട്ടിനെ വെളിച്ചത്തോടെ എന്ത് കൂട്ടായ്മ.
നമുക്ക് ലോകത്തോട് എന്താ കൂട്ടായ്മ? ലോക മനുഷ്യനോട് എന്താ കൂട്ടായ്മ? നീതിമാനും ദുഷ്ടനും തമ്മിൽ എന്താ കൂട്ടായ്മ? ഈ രീതിയിൽ അത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം ഉൽപ്പത്തിയിൽ തന്നെ, തുടക്കത്തിൽ തന്നെ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ലോകത്തോട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, ഇരുട്ടിനോടുള്ള കൂട്ടായ്മ ദൈവമക്കൾക്ക് നല്ലതല്ല എന്നവിടെ കാണുകയാണ്. ഇനി ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും ഇട്ടു, സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ ക്രിയേഷൻ എന്ന് പറയുന്നത് പകലിനെയും രാത്രിയെയും അല്ലെങ്കിൽ വെളിച്ചത്തെയും ഇരുട്ടിനെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ദിവസത്തിലെ ക്രിയേഷൻ സ്റ്റോറിയിലെ ഒന്നാമത്തെ ദിവസത്തിലെ ക്രിയേഷൻ. അതാണെന്ന് കാണാൻ കഴിയും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഇനി നമ്മൾ അടുത്ത 2-ാം ദിവസത്തിലെ ക്രിയേഷനിലേക്ക് പ്രവേശിക്കുക. ഈ 2-ാം ദിവസത്തിലെ പ്രധാനമായിട്ടുള്ള ക്രിയേഷൻ എന്ന് പറയുന്നത് ആകാശം, ഹെവൻ അല്ലെങ്കിൽ സ്കൈ, വിധാനം എന്നുള്ളതായ വേർഡാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീബ്രുവിൽ പറയുകയാണെങ്കിൽ ഷമായിം എന്നുള്ളതായ ഒരു വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓർത്തുകൊണ്ട്. അപ്പൊ 2-ാമത്തെ ദിവസത്തിലെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമി അല്ലെങ്കിൽ ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം, ഈ യൂണിവേഴ്സിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതായ ഒരു അനുഭവം എന്നങ്ങോട്ട് ചിന്തിക്കുക. യൂണിവേഴ്സ് മൊത്തം ഉണ്ടായിരുന്നോ വെള്ളമൊന്നും നമുക്കറിയത്തില്ല. അല്പസമയത്തിനുള്ളിൽ ആ യൂണിവേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ. അപ്പോ അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് തമ്മിൽ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വേർതിരിച്ചു. അപ്പോൾ ഭൂമി എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗാലക്സി, ഒരു പക്ഷേ ഭൂമി ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഗാലക്സി അത് വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നതാണോ? ആ വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു എങ്കിൽ ആ വെള്ളത്തിനെയും തമ്മിൽ വേർതിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്കൈ, വിധാനം ദൈവം ഉണ്ടാക്കുന്നത്. അപ്പൊ വിധാനത്തിന് മുകളിലും വെള്ളം, താഴെയും ഭൂമിയിലും വെള്ളം നിൽക്കുന്നതായിട്ടുള്ള അനുഭവം. അപ്പം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പോ 2-ാമത്തെ ദിവസത്തിലെ ദൈവത്തിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് വെള്ളങ്ങൾക്ക് ഇടയിൽ ഒരു വിധാനം ഉണ്ടാക്കി. അത് വെള്ളത്തെയും, മേലുള്ള വെള്ളത്തെയും കീഴെയുള്ള വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം മാത്രമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംശയം നമുക്ക് തോന്നും, ആകാശത്തിന് മീതെയും വെള്ളമോ, ആകാശത്തിന് താഴെയും വെള്ളം. അപ്പൊ ഇപ്പൊ ആകാശത്തിന് മുകളിൽ വെള്ളമുണ്ടോ? ഒരുപക്ഷെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബൈബിൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നാൽ കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. പണ്ട് എനിക്കും ഉണ്ടായിരുന്ന ആ സംശയം, ആകാശത്തിന് മുകളിൽ ഇപ്പോഴും വെള്ളമുണ്ടോ എന്നുള്ളൊരു ചിന്ത. എന്നാൽ ആ ചിന്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നോഹയുടെ കാലത്ത് 40 രാവും 40 പകലും നീണ്ട ജലപ്രളയം ഉണ്ടായി. ആ ജലപ്രളയം ആകാശവിധാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, മുൻപോട്ട് വരുന്നത് നമുക്കത് പഠിക്കാമല്ലോ, ആകാശത്തിന്റെ കിളിവാതിലുകളെ ദൈവം തുറന്നു. അപ്പോൾ അന്ന് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം വേർതിരിച്ചതായിട്ടുള്ള ആ ജലം മുഴുവനും ഭൂമിയിലേക്ക് ഒഴുക്കി കളയപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അന്നങ്ങനെ സംഭവിച്ചു. അന്ന് സംഭവിച്ചത് ഈ ആകാശത്തിന് മീതെ വേർതിരിച്ച വെള്ളമാണ് താഴേക്ക് പോയത്. ഇനി വേറൊരു പോസിബിലിറ്റി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, നമുക്കറിയാം ബഹിരാകാശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ -ഡിഗ്രീസിലേക്കാണ് ഇത് പോകുന്നത്. വളരെ തണുത്തുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓർത്തുകൊണ്ട്. യോബിന്റെ ഒക്കെ പുസ്തകം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് വിധാനത്തിൽ ഹിമഭണ്ഡാരം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഹിമഭണ്ഡാരം, നമുക്കറിയാം കാർമേഘം പോകുന്നതായിട്ടുള്ള സമയത്ത് നമുക്കറിയാം മഴ പെയ്യും. കാരണം ആ കാർമേഘം മുഴുവൻ വെള്ളമാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ വെള്ളമായിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഇന്നും കർത്താവിന് വിധാനത്തിന് മുകളിൽ ബഹിരാകാശത്തിൽ ഈ പറയുന്ന വെള്ളത്തെ അത് പ്രത്യേകമായിട്ടുള്ളൊരു നിലയിലാക്കി വയ്ക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളണം. മെഗിദോ വാർ നടക്കുന്നതായിട്ടുള്ള സമയത്ത്, അർമഗദോൻ വാർ നടക്കുന്നതായിട്ടുള്ള സമയത്ത്, ആ വാർ നടക്കുന്നതായിട്ടുള്ള സമയത്ത് ആകാശത്തു നിന്നും ഹിമപാതം ഉണ്ടാകും.
ഏകദേശം 50ഓളം കിലോ വെയിറ്റ് വരുന്നതായിട്ടുള്ള വലിയ കല്ലുകളായിരിക്കും ഭൂമിയിലേക്ക് വീഴുന്നത്. ഈ അർമഗദോൻ വാലിയിൽ കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള 20 കോടി വരുന്ന സൈന്യം മുഴുവനും ഈ മുകളിൽ നിന്ന് വീഴുന്ന ഈ ഹിമപാതം ഉണ്ടായി ഈ ഹിമക്കല്ലുകൾ വലിയ മഞ്ഞ് കട്ടകൾ വന്ന് താഴെ വീഴും. അങ്ങനെ ഏകദേശം 200 കിലോമീറ്ററോളം ബ്ലഡും വെള്ളവും കൂടെ ചേർന്ന് കുതിരയുടെ കടിവാളത്തോളം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 അടിയോളം ഉയരത്തിൽ ഒരു വലിയ ഫ്ലഡ് ഉണ്ടാകും. ബ്ലഡിന്റെ ഒരു ഫ്ലഡ് ഉണ്ടാകും. ആ ബ്ലഡിന്റെ ഫ്ലഡ് ഉണ്ടാകുന്നത് എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്നതായിട്ടുള്ള ഹിമം ഭൂമിയിലേക്ക് വീണ മഞ്ഞുകട്ടകൾ വീഴും. അതോടൊപ്പം തന്നെ മനുഷ്യൻ ചതഞ്ഞരയും അതിനടിയിൽ കിടന്ന് അവന്റെ ബ്ലഡും കൂടെ മിക്സ് ചെയ്ത് പോകുന്നതായിട്ടുള്ള കാഴ്ചയാണോ എന്ന് ഓർത്തുകൊള്ളണം. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ഭൂമിയെ, വെള്ളത്തെ ആകാശത്തിന് വിധാനത്തിന് മുകളിൽ ഒരു പ്രത്യേക നിലയിൽ സൂക്ഷിക്കുവാനായിട്ടും ദൈവത്തിന് കഴിയും എന്നുള്ളത് കൂടെ നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ രണ്ടാമത്തെ ദിവസത്തെ ദൈവത്തിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് വെള്ളങ്ങളുടെ മധ്യേ ഉള്ളതായ ഈ വിധാനമാണ്, ആകാശമാണ്, അല്ലെങ്കിൽ ഷമായി ഹെവൻ എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവമാണ്. ഇനി 9ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ ഡൗട്ട് കൂടെ വരും, അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചങ്ങ് പോവാം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഇനിയും 11ാമത്തെയും 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് വായിച്ചല്ലേ പറ്റൂ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സമായും 3ാമത്തെ ദിവസം. സ്വാഭാവികമായിട്ടും ഒരു സംശയം അവിടെ ഉളവാകുവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 2ാമത്തെ ദിവസത്തെ ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം ദൈവം നല്ലത് എന്ന് പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ ദിവസത്തെ എൻഡിങ് ആണ് 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നല്ലതെന്ന് അവിടെ അതിനു മുമ്പ് രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതന്മാര് ചിലർ പറയുന്നത് ഈ 9ഉം 10ഉം വാക്യങ്ങൾ കൂടെ ആദ്യത്തെ, അതായത് 2ാം ദിവസത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2ാം ദിവസത്തെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഈ ഭൂമിയെയും സമുദ്രത്തെയും കൂടെ ഉണ്ടാക്കി എന്ന് നമുക്ക് വിശ്വസിക്കുകയും അത് മൊത്തത്തിൽ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ 2ാമത്തെ ദിവസത്തെ ക്രിയേഷൻ കഴിഞ്ഞ് അത് എൻഡ് ചെയ്തതിന് ശേഷമാണ് അടുത്ത 9ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. 9ാമത്തെ വാക്യം ആരംഭിച്ച് 13ാമത്തെ വാക്യത്തിൽ ആ എപ്പിസോഡ് തീരുമ്പോൾ 3ാം ദിവസത്തെ എൻഡിങ് ആണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രാവശ്യം ദൈവം നല്ലതെന്ന് കണ്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇതിന് ഉള്ളതായ ഒരു ചിന്ത, ഇപ്രകാരം ഒരു ചിന്തയുണ്ട്. ആകാശം സൃഷ്ടിച്ചപ്പോൾ ദൈവം അതിനെ നല്ലത് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചില്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആക്ച്വലി ഭൂമിയെ പാഴായും ശൂന്യവുമായിട്ടാണോ സൃഷ്ടിച്ചത് എന്നുള്ളതായ ഒരു ചിന്ത കൂടെ അവിടെ വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വേഗം വായിച്ചിട്ട് മുൻപോട്ട് പോകാം. കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഭാഗം വരുന്നത് നിങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കണം. കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഉൽപ്പത്തി പുസ്തകം പഠിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ഒരുപാട് സംശയങ്ങളൊക്കെ വരും, അത് അവിടെ കിടക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 45ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45ാമത്തെ അധ്യായം 18ാമത്തെ വാക്യം, യെശയ്യാവ് 45:18. അവിടെ പറയുന്നത്, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല, പാർപ്പിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറയുകയും ചെയ്തു. എന്തുകൊണ്ട് ഭൂമി അങ്ങനെ ആയി പോയി എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് വേദശാസ്ത്ര പണ്ഡിതന്മാര് കൊടുക്കുന്ന ഒരു ചിന്ത, അതായത് ഈ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ ഉണ്ടാക്കി ഭൂമിയെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നമേ തന്നെ സ്വർഗത്തിൽ നിന്ന് ലൂസിഫർ, വെളിച്ചങ്ങളുടെ ദൂതൻ, ദൈവമായിട്ട് മത്സരിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ മത്സരിച്ചതായിട്ടുള്ള സമയത്ത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലൂസിഫറും അവന്റെ കൂടെ കുറെ കിങ്കരന്മാർ അവരെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയും. അപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ അവരുടെ വിഹാര കേന്ദ്രമായി മാറി. ആ ആകാശമണ്ഡലങ്ങൾ അവരുടെ വിഹാര കേന്ദ്രമായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവം ഈ ആകാശമണ്ഡലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതുകൊണ്ടാവാം, ഇവരുടെ സാന്നിധ്യം ഇതിനകത്തുള്ളത് കൊണ്ടാവാം ഇതിനെ നല്ലതെന്ന് പറയാത്തത് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം ആകാശം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എന്നാൽ അനേകരും പറയുന്നത് 9 മുതലുള്ള വാക്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് വെച്ച് വായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ ക്രിയേഷനകത്ത് ആകാശം മാത്രമല്ല ഭൂമിയും പിന്നെ ഉണങ്ങിയ നിലത്തിന് ഡ്രൈലാൻഡിന്റെ ദൈവം ഭൂമി എന്നുള്ള പേര് കൊടുത്തു. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ രണ്ടാമത്തെ ദിവസത്തിൽ അങ്ങനെയാണെങ്കിൽ ആകാശത്തെ ഉണ്ടാക്കി, ഡ്രൈലാൻഡ് ആകുന്ന ഭൂമിയെ ഉണ്ടാക്കി, സമുദ്രവും വന്നു ചേർന്നു എന്നുകൂടെ നമ്മൾ വിശ്വസിക്കണം. അല്ല, മൂന്നാമത്തെ ദിവസത്തിലെ ക്രിയേഷനിലേക്കാണ് അത് വിടുന്നതെങ്കിൽ മൂന്നാമത്തെ ദിവസത്തെ ക്രിയേഷൻ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഭൂമിയെ ഉണ്ടാക്കി, സമുദ്രത്തെ ഉണ്ടാക്കി, പിന്നെ 11 മുതൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും, അതായത് വെജിറ്റേഷൻ ഉണ്ടാവുന്നു, പ്ലാന്റ്സ് ഈൽഡിങ് സീഡ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട് ട്രീസ് ബെയറിംഗ് ഫ്രൂട്ട്, പുല്ല്, വിത്തുള്ള സസ്യങ്ങൾ, ഫലം കായ്ക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മൂന്നാമത്തെ ദിവസം ഉണ്ടായതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാലാമത്തെ ദിവസത്തില് നമ്മൾ കാണുന്നത് 14 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വേഗം വായിക്കാം. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ, ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്നും ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചങ്ങളുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. ദൈർഘ്യമേറിയതായിട്ടുള്ള ക്രിയേഷന്റെ സ്റ്റോറിയാണ് 4ാമത്തെ ദിവസത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. 14ാമത്തെ വാക്യം മുതൽ 19ാമത്തെ വാക്യം വരെ നീണ്ടു കിടക്കുന്ന ഒരു പഠനമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത് വെളിച്ചം തരുവാൻ വേണ്ടി വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നു, സൂര്യനെ ഉണ്ടാക്കുന്നു. നമ്മൾ 136ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പകൽ വാഴുവാനായിട്ട് സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ അവന്റേതായ എന്നേക്കുമുള്ളത് എന്ന് നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന എന്താണ്? വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നതായിട്ടുള്ള അനുഭവം. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിന്റെ ഒരു ചെറിയ ഒരു പഠനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതായിട്ടുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ യൂണിവേഴ്സ് എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭൂമിയിൽ നിന്നുള്ളതായ ഒരു കാഴ്ചയിൽ നിന്ന് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭൂമിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അടുത്തത് പ്ലാനറ്റ് ആണ്. സൗരയൂഥം എന്ന് പറയുന്ന പ്ലാനറ്റ് നമ്മൾ കാണുകയാണ്. ഇനി സൂര്യൻ മുതലുള്ളതായ തുടർക്കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. സൂര്യൻ മുതലുള്ളതായ തുടർക്കാഴ്ച നാം നോക്കുമ്പോൾ ആദ്യത്തെ ഗാലക്സിയിലേക്ക് നമ്മൾ എത്തുകയാണ്. മിൽക്കി വേ എന്ന് പറയുന്നതായ ആദ്യത്തെ ഗാലക്സിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എത്ര മഹത്വകരമായിട്ടുള്ളതായ അഗോചരമായിട്ടുള്ളതായ അനുഭവം. ആദ്യത്തെ ഗാലക്സി മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സി. ഈ ഗാലക്സിയിലാണ് സൗരയൂഥം അടങ്ങുന്നതായിട്ടുള്ള ഭൂമിയുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിൽക്കി വേ പോലെയുള്ളതായ അറൌണ്ട് 2 ട്രില്യൺ ഗാലക്സീസ് ഇൻ ദ യൂണിവേഴ്സ്. 2 ട്രില്യൺ ഗാലക്സീസ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? 2 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഴുതിയിട്ട് 12 പൂജ്യങ്ങൾ എഴുതി വെച്ച് വായിച്ചോണം. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ 2 ട്രില്യൺ അടങ്ങുന്നതായ ഒരു ഗാലക്സികൾ നിറഞ്ഞതായ മിൽക്കി വേ പോലെയുള്ള ഗാലക്സികൾ നിറഞ്ഞതായിട്ടുള്ള യൂണിവേഴ്സ് ആണ്
ഇതുവരെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇപ്രകാരം എന്നാണ് ശാസ്ത്രകാരന്മാര് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ കണ്ട് പെട്ടെന്ന് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ ജനമേ, ക്രിയേഷനിലെ ഏറ്റവും സൂപ്പർബായിട്ടുള്ളതായ ഒരു ക്രിയേഷൻ സ്റ്റോറിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. എവിടെ നിന്നാണ്? നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന പ്ലാനറ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗാലക്സി, ആ ഗാലക്സിയിലെ ഒരു പൊട്ട് പോലുമായി തീരാനായിട്ടുള്ള വലിപ്പമോ ഒന്നും ഭൂമിക്കില്ലെന്ന് ഓർത്തുകൊള്ളാം. ഭൂമിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്ന അനുസരിച്ചിട്ട് 2 ട്രില്യൺ ഗാലക്സീസ് ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ട്രില്യൺ. മാത്രമല്ല, ഓരോ യൂണിവേഴ്സിനകത്ത്, ഓരോ ഗാലക്സിക്കകത്തും 100 മില്യൺ സ്റ്റാർസ് ഇൻ ഈച്ച് ഗാലക്സി എന്നാണ് പറയുന്നത്. അപ്പോൾ മിൽക്കി വേ എന്ന് പറയുന്ന ഭൂമി ഉൾപ്പെട്ട് നിൽക്കുന്ന സൗരയൂഥം ഉള്ളതായ ആ ഒരു ഗാലക്സിയിൽ തന്നെ 100 മില്യൺ സ്റ്റാർസ് ഇൻ ഈച്ച് ഗാലക്സി. അപ്പോ ഒന്ന് ഓർത്ത് നോക്കിക്കേ, 2 ട്രില്യൺ ഗാലക്സീസില് എത്രത്തോളം സ്റ്റാർസ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് അൺഇമാജിനബിൾ ആയിട്ടുള്ളതായ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് ഓർത്തുകൊള്ളാം. മാത്രമല്ല, ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. 40-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് യെശയ്യാവ് 40:26, നിങ്ങൾ കണ്ട മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാ, അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. കോളിംഗ് ദം ഓൾ ബൈ നെയിം. അവന്റെ വീരമഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞ് കാണുകയില്ല. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു മഹത്വത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളും. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? പക്ഷേ പ്രവാചകൻ അവിടെ പറഞ്ഞത് അവയെ എല്ലാം ദൈവം പേർ ചൊല്ലി വിളിക്കും. നിങ്ങൾ കണ്ട് മേലോട്ട് ഉയർത്തി നോക്കുവീൻ. മേലോട്ട് ഉയർത്തി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്ലാനറ്റ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഈ യൂണിവേഴ്സ് ആണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് പറഞ്ഞത് ഇവയെ സൃഷ്ടിച്ചതാണ്. എന്നിട്ട് അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു. സ്റ്റാർസ്, മൂൺസ്, വെളിച്ചങ്ങളെല്ലാം ഉണ്ട്, ഇതിനെ പുറപ്പെടുവിക്കുന്നു. അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. ഞാൻ ഓർപ്പിച്ചത്, ഒരു മിൽക്കി വേ പോലെയുള്ളതായ 2 ട്രില്യൺ ഗാലക്സീസ് ടോട്ടൽ. ഒരു ഗാലക്സിയിൽ 100 മില്യൺ സ്റ്റാർസ് ഉണ്ടെന്ന് ഓർക്കണം. ഇവയെ എല്ലാം, ഒരു ഗാലക്സിക്കകത്ത് 100 മില്യൺ സ്റ്റാർസ് ഉള്ളപ്പോൾ 2 ട്രില്യൺ ഗാലക്സിക്കകത്ത് എന്തുമാത്രം സ്റ്റാർസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. മാത്രമല്ല, ഇവിടെ പറയുന്നത് ഇവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. അപാരം എന്നല്ലാതെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 4 പേരുടെ പേര് പോലും ഓർത്തിരിക്കാനായിട്ടുള്ള കഴിവ്, കപ്പാസിറ്റി എനിക്കില്ല. എനിക്ക് അത്രയ്ക്കുള്ള മെമ്മറിയേ ഉള്ളൂ. ഏറ്റവും മെമ്മറി കുറഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, നമ്മുടെ കർത്താവ് ഈ 2 ട്രില്യൺ ഗാലക്സീസിലുള്ളതായ ഈച്ച് ഗാലക്സീസിലെ 100 മില്യൺസ് വെച്ച് സ്റ്റാർസ് ഉള്ളതായ ഈ സ്റ്റാർസിനൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ തന്നെ നമുക്കൊന്നും ചിന്തിക്കാനായിട്ട് പറ്റുകയില്ലെന്ന് ഓർത്തുകൊള്ളണം. എന്നിട്ട് അപ്പോൾ ഈ 2 ട്രില്യൺ മൊത്തം ഗാലക്സി, നമ്മൾ ആ യൂണിവേഴ്സ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭൂമി എന്ന് പറയുന്ന സാധനമേ കാണാൻ പറ്റത്തില്ല. ഒരു മുട്ടുസൂചിയുടെ ഒരു മുട്ടുസൂചി കൊണ്ട് പോയിന്റ് ഇട്ടാൽ പോലും കാണാൻ പറ്റാത്ത സാധനമാണെന്ന് ഓർക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിനകത്ത് മനുഷ്യൻ, ആ മനുഷ്യനെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറസിനെ കാണാൻ പറ്റുകയില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ യൂണിവേഴ്സ് മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു വൈറസിന്റെ വലിപ്പം പോലും ഇല്ലെന്ന് ഓർത്തുകൊള്ളണം. എന്നിട്ട് അവിടെയും പറയുന്നത് എന്താ? കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടി താഴെ വീണാൽ അതുപോലും അറിയുന്നവൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്രമേയ ജ്ഞാനത്തിന്റെ ഉറവിടമായി നമുക്ക് ദൈവത്തെ ആരോട് ഉപമിക്കുവാനായിട്ട് സാധിക്കും? കല്ലിനോടും മരങ്ങളോടും ഉപമിച്ച് ഈ സർവശക്തന്റെ മഹത്വത്തെ ലോകത്തിലെ എന്താ പറയുന്ന ജ്ഞാനമില്ലാത്ത ഭോഷന്മാരായിട്ടുള്ള ജനങ്ങൾ ഈ പരമകാരുണ്യവാനായ ഈ ദൈവത്തെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും? നമ്മുടെ ഭാഷകളൊന്നും പോരാ കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ
നമ്മുടെ ഭാഷകളൊന്നും പോരാ. നമ്മുടെ ഭാഷയിൽ ഒന്ന് ഒതുക്കി നിർത്തുവാനായിട്ടോ അതിനകത്ത് ദൈവത്തെ ഉൾക്കൊള്ളിക്കുവാനായിട്ടോ നമുക്ക് കഴിയത്തില്ല. നമുക്ക് പറഞ്ഞാൽ മാക്സിമം പറയാൻ പറ്റുന്ന എന്താ? സർവശക്തൻ, അത്യുന്നതനായ ദൈവം, അല്ലെങ്കിൽ സർവശക്തനായ ദൈവം. അതൊന്നുമല്ല കർത്താവ്. അതിന്റെയൊക്കെ എത്രയോ ഉയരങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നവനാണ് ഈ ദൈവം എന്നാണ്. ഏത് വാക്ക് ഉപയോഗിച്ച് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും? അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഒരു 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 കണ്ണിലിട്ടാൽ കാണാത്ത ഒരു വൈറസിന്റെ പോലും വലിപ്പമില്ലാത്തതായ നമ്മെ അവൻ കാണുന്നു എന്ന് പറയുന്നത് എത്ര അതിശയകരമാണ് നോക്കണം. നമ്മുടെ തലയിൽ നിന്ന് അതിനെക്കാട്ടിലും ചെറുതായി തോന്നുന്ന ഒരു തലമുടി താഴെ വീഴുന്നുണ്ടെങ്കിൽ ഈ ദൈവം ആരാ? ഈ ദൈവത്തിന്റെ വല്ലഭത്വം എന്താ? ഈ 4ാം ഡേയിലെ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം ഉണ്ടാക്കിയ ക്രിയേഷനെക്കാട്ടും ഏറ്റവും വലിയൊരു ക്രിയേഷൻ ആണെന്ന് ഓർത്തുകൊള്ളണം. ഇത് ഈ പ്ലാനറ്റ്, ഈ യൂണിവേഴ്സ് മുഴുവനും ഉണ്ടാക്കിയ സർവശക്തൻ, അവനെ നമ്മുടെ വാക്കുകളിൽ, നാവുകളിൽ, ഹൃദയത്തിൽ ഒതുക്കിയൊന്നും വയ്ക്കുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നാം ഇത് ഓർക്കണം. ഈ പരമകാരുണ്യവാനായ ദൈവത്തിന്റെ മുമ്പിൽ അവനെ ഭയപ്പെടേണ്ടതല്ലേ? അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് എന്ത് യോഗ്യത ദൈവമക്കളെ ഉള്ളത്? ഈ സർവശക്തന് മുമ്പിൽ, ഈ യൂണിവേഴ്സ് മുഴുവനും നിർമ്മിച്ചവൻ. 139ാമത്തെ സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, എന്റെ നടപ്പും കിടപ്പും, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഈ ദൈവത്തിന്റെ ജ്ഞാനം എന്താ? ഈ ദൈവത്തെ മറന്നിട്ടും ഈ ദൈവത്തെ മറച്ചിട്ടും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിചാരം എന്തുവാ? നമ്മൾ തന്നെ ആരുമില്ലാത്തപ്പോൾ രഹസ്യമായിട്ട് നമ്മൾ എന്തെല്ലാം കുഴപ്പങ്ങളും കൊള്ളരുതായ്മകളും കാണിച്ചു വയ്ക്കുന്നു. എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിച്ചു വയ്ക്കുന്നു. നമ്മൾ ഓർക്കുക, ദൈവത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ കവറേജിലാണ് നമ്മളൊന്ന് ഓർക്കണം. ഈ വൈറസിന്റെ പോലും വലിപ്പമില്ലാത്ത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, ഈച്ച് ആൻഡ് എവറിത്തിങ്, കർത്താവ് നിന്റെ നിരൂപണങ്ങൾ, നീ ഹൃദയത്തിൽ നിരൂപിക്കുന്ന നിരൂപണങ്ങളെ പോലും ഈ സർവശക്തൻ അറിയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന് പറയുന്നത് എന്തോ ഒരു പ്രതിഭാസമാണ്. നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദൈവത്തെ എങ്ങനെ സ്തുതിച്ചാൽ മതിയാകും? ഈ ദൈവത്തെ എങ്ങനെ ഭയപ്പെട്ടാൽ മതിയാകും? ഈ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ദൈവമക്കളെ, നമ്മുടെ അടുത്തേക്കാണ് പിതാവാം ദൈവം പുത്രനായിട്ട് അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതെന്ന് ഓർക്കണം. അപ്പൊ ദൈവം നമ്മളെ ഇതൊക്കെ പറയുമ്പോൾ ദൈവം നമ്മളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവം മനുഷ്യനെയാണ്. ഇതൊക്കെ ദൈവം കൽപ്പിച്ചുണ്ടാക്കി, എന്നാൽ കൽപ്പിക്കാതെ ഉണ്ടാക്കി, സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് മനുഷ്യൻ എന്ന് ഓർത്തുകൊള്ളണം. ഈ 4ാമത്തെ ദിവസത്തെ ക്രിയേഷൻ എന്ന് പറയുന്നത് അൺഇമാജിനബിൾ. അത് ദൈവത്തിന്റെ നമ്മുടെ ചിന്തകളിലും ഒന്നും ഉൾക്കൊള്ളിച്ച് നിർത്താൻ കഴിയാത്ത ദൈവത്തിന്റെ വലിപ്പത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇനി മുതൽ ഓർത്തുകൊള്ളണം. ഇന്ന് വരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ലായിരുന്നായിരിക്കും. ഇനി മുതൽ നമ്മൾ ഓർത്തുകൊള്ളണം, നാം കടന്നു വന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ വലിപ്പം, അവനെ സ്തുതിക്കുവാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള വേള ഭയത്തോടെ, ഭക്തിയോടെ, ആരാധനയോടെ, എത്ര സ്തുതിച്ചാലും മതി വരാത്തതായ സർവ വല്ലഭനായിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മളെ സ്തുതിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. ഇതൊക്കെ ഓർത്താൽ മതി. ഇതിന്ന് ഷെയർ ചെയ്ത് ഇങ്ങനെ കാണിച്ചു തന്നെ നമ്മുടെ മനോമുഖരത്തിൽ അത് നിൽക്കണം. നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്ന് ഓരോ മൊമെന്റും ചിന്തിക്കണം. ആരാധനയ്ക്കായിട്ട് അടുത്തു വരുമ്പോൾ ഈ ഓർമ്മ നമ്മളെ ഭരിക്കണം, ഈ ചിന്ത നമ്മളെ ഭരിക്കണം. ആ ചിന്തയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടും മഹത്വപ്പെടുത്തുവാനായിട്ടും കഴിയണം. അപ്പോൾ അത്ഭുതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരുപാട് വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19ാമത്തെ സങ്കീർത്തനം 1ാമത്തെ വാക്യം നമ്മൾ നോക്കുന്നു. ആകാശം ദൈവത്തിന്റെ കൈവേലയെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുന്നു. അതുപോലെ തന്നെ യോബിന്റെ പുസ്തകത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ യോബിന്റെ പുസ്തകത്തിൽ 38ാമത്തെ അധ്യായത്തിൽ ടൺ കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ദൈവം യോബിനോട് ചോദിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. യോബിനൊന്നിനും മറുപടിയില്ല. പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ചത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചും 1 by 1 ആയിട്ടാണ് ഈ യോബിനോട് ചോദിക്കുന്നത്. യോബിന് ഒന്നിനും ഒരു മറുപടിയും കൊടുക്കാനായിട്ടില്ല. അപ്പം നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം മുമ്പേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ചിന്തിക്കാനോ നമ്മുടെ ചിന്തകൾക്കകത്ത് ഉൾക്കൊള്ളിച്ച് നിർത്താനോ കഴിയാത്തതായ ഒരു പ്രതിഭാസമാണ് ഈ ദൈവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം.
എനിക്കിത് വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എത്ര വർണ്ണിച്ചാലും അത് പറ്റത്തുമില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരവർ ചിന്തിക്കുക, ഈ ദൈവത്തിന്റെ വലിപ്പം എത്രമാത്രമാണ്, ഈ ദൈവം ആരാണ്, ഈ ദൈവം എത്ര ശക്തനാണ്, ഈ സകല ചരാചരങ്ങളെയും നിർമ്മിച്ചതായ ഈ ദൈവത്തെ കല്ലിനോടും മരത്തോടും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപമുണ്ടാക്കിയിട്ട് ആ രൂപത്തോടും ഒക്കെ ഉപമിച്ച് ആരാധിക്കേണ്ടതായിട്ടൊരു വ്യക്തിയാണോ ഈ ദൈവം എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ദൈവത്തെ നമുക്ക് ഒന്നിനകത്തും ഉൾക്കൊള്ളിച്ച് നിർത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ഈ പഠനത്തിൽ കൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം തമ്പുരാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് കഴിയണം. 5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഡേ 5 നമ്മൾ കടന്നു വരുമ്പോൾ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് 5-ാമത്തെ ദിവസത്തെ ക്രിയേഷനെ കുറിച്ച് പറയുന്നത്. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാമത്തെ ദിവസം. അപ്പോൾ 5-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചത് എന്തിനാകുമെന്ന് ചോദിച്ചാൽ അക്വാറ്റിക് ആനിമൽസ് ആൻഡ് ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, അതായത് ജലജന്തുക്കളെയും പർവ്വജാതികളെയുമാണ് ദൈവം പ്രധാനമായിട്ടും സൃഷ്ടിച്ചത്. അത് എന്തൊക്കെയാണെന്നുള്ളത് 21-ാമത്തെ വാക്യം മുതൽ തിമിംഗലങ്ങളെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ദൈവം വെള്ളത്തിൽ കൂട്ടമായി ജനിക്കുന്ന അതത് തരം ജീവജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ 5-ാമത്തെ ദിവസത്തെ ഈ സൃഷ്ടിപ്പെന്ന് പറഞ്ഞ് ജലജന്തുക്കൾ പർവ്വജാതികളുമാണെന്ന് കാണാൻ കഴിയും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അവരെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, നിങ്ങൾ വർദ്ധിച്ച പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അപ്പൊ ഫസ്റ്റ് ബ്ലെസ്സിങ് നമ്മളവിടെ കാണുക. ആക്ച്വലി ആദ്യത്തെ ബ്ലെസ്സിങ് ആർക്കാണ് കിട്ടിയത്? ഈ പറയുന്നതായിട്ടുള്ള ജലജന്തുക്കൾക്കും പർവ്വജാതികൾക്കുമാണ് ആദ്യത്തെ ബ്ലെസ്സിങ് കിട്ടിയത് എന്നുള്ളത് കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ആദ്യമേ ദൈവം അനുഗ്രഹിച്ചത് ഇതിനെയാണ്, ഈ ജലജന്തുക്കളെയും പർവ്വജാതികളെയും ആണെന്ന് കാണാനായിട്ട് കഴിയും. 6-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 6-ാമത്തെ ദിവസം 24 മുതലുള്ള വാക്യങ്ങൾക്കാണ് 6-ാമത്തെ ദിവസത്തിലേക്ക് വരുന്നത്. 24 മുതൽ 31 വരെ നമുക്കത് വായിക്കേണ്ടതായിട്ട് വരും. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെ നമ്മളോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാമത്തെ ദിവസം. അപ്പോൾ 6-ാമത്തെ ദിവസത്തിലെ ക്രിയേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 6-ാമത്തെ ദിവസമുള്ള ക്രിയേഷൻ എന്ന് പറയുന്നത് ജീവജന്തുക്കൾ, ലാൻഡ് ആനിമൽസിനെ ഉണ്ടാക്കുന്നു. അതായത് ലൈഫ് സ്റ്റോക്ക്, ക്രീപ്പിംഗ് തിങ്സ് ആൻഡ് ബീസ്റ്റ് ഓഫ് ദ എർത്ത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് കന്നുകാലികളെ ഉണ്ടാക്കി, ഇഴജാതികളെ ഉണ്ടാക്കി, കാട്ടുമൃഗങ്ങൾ, വൈൽഡ് ബീസ്റ്റുകളെ ഉണ്ടാക്കി. അപ്പം അത്രയും ഭാഗം ദൈവം ഉണ്ടാക്കി. അത് നല്ലതാണെന്ന് ദൈവം കണ്ടു. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്, 6-ാമത്തെ ദിവസം തന്നെ ക്രിയേഷൻ നടന്നതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കുന്ന ഉടനെ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ആ സൃഷ്ടി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 26-ാമത്തെ വാക്യം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. അവിടെ എന്താണ് ദൈവം പറഞ്ഞത്? Then God said, let us make man in our image, after our likeness. ആ വാക്യത്തിൽ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. Let us make man. നാം, നമ്മുടെ, ഈ വേർഡുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൂറൽ ഫോമുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ എന്തുണ്ട്? ദൈവത്തിന്റെ ത്രിയേകത്വം, ട്രിനിറ്റി ഓഫ് ഗോഡ് വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിന്റെ ട്രിനിറ്റി നമുക്ക് ഇവിടെ വീണ്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വേർഡ്, അനന്തരം ദൈവം
നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ലെറ്റ് us make man in our own image. ഇതിൽ നിന്നും വളരെ വ്യക്തമായി കാണുന്നത് ഇവിടെ ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ട്രിനിറ്റി അവിടെ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവം എന്താ അവിടെ പറയുന്നത്? നാം നമ്മുടെ സാദൃശ്യപ്രകാരം, ഇല്ലേ? അങ്ങനെയല്ലേ, നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം. അപ്പൊ ആരുണ്ട് അവിടെ? നമ്മളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നടങ്ങുന്ന ട്രിനിറ്റി. ദൈവം ഇതേ ഫോമിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളിൽ എന്തുണ്ട്? മനുഷ്യനിൽ എന്തുണ്ട്? മനുഷ്യനിലും ഈ ട്രിനിറ്റി ഉണ്ട്, അല്ലെ? നമ്മുടെ ട്രിനിറ്റി എന്താണ്? ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ദേഹം, ദേഹി, ആത്മാവ്, അല്ലെ? അങ്ങനല്ലേ? ഇങ്ങനെയാണോ? ആർക്കറിയാം, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാവ്, ദേഹി, ദേഹം. നമ്മൾ ഏതിന് പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ആത്മാവ്, ദേഹം, ദേഹി, ദേഹി, ദേഹം. ഓക്കെ, തിരിച്ചായാലും മറിച്ചായാലും അവിടെ എന്ത് കാണാനായിട്ട് കഴിയും? ട്രിനിറ്റി. ഒരു ട്രിനിറ്റേറിയൻ ആസ്പെക്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും കാണുവാനായിട്ട് കഴിയും. അപ്പോ ദൈവം ട്രിനിറ്റേറിയൻ ആസ്പെക്ട് ആണ് എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. മനുഷ്യനെ ദൈവം നിർമ്മിക്കുമ്പോഴും അവനിലും ഒരു ട്രിനിറ്റേറിയൻ ആസ്പെക്ട് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വരൂപപ്രകാരം, ലെറ്റ് us make man in our image and after our likeness. നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ ക്ലാരിറ്റി കിട്ടുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ ഇമേജിൻ പ്രകാരം. ലെറ്റ് us make man in our own image and our own likeness. നമ്മുടെ സ്വരൂപപ്രകാരം, നമ്മുടെ സാദൃശ്യപ്രകാരം. അപ്പൊ ദൈവം ആദാമിനെ, ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായിട്ട് അവനെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദാമിൽ തന്നെ ആദാം ഉണ്ടായിരുന്നു. ആദാമിന്റെ ബെറ്റർ ഹാഫ് ആയിരിക്കുന്നതായിട്ടുള്ള ഹവ്വായും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. രണ്ടുപേരും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അവിടെ ഒരു ഉണ്ടാക്കൽ നടന്നിരിക്കുന്നത്, ഒരു ക്രിയേഷൻ നടന്നിരിക്കുന്നത്. അപ്പം ഈ ആദാമിനെ ഉണ്ടാക്കുമ്പോൾ ഒറ്റ ബോഡിയായിട്ട് കാണുക. അത് വിവാഹത്തിനൊക്കെ സാധാരണ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുമ്പോൾ കുട്ടികളോട് പറയുന്നതായിട്ടുള്ള കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, ഭാര്യയും ഭർത്താവിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒന്നായിട്ടാണ്. ദൈവത്തിന്റെ ഒരു 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 ഫോർമുല കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് ആദാമിൽ നിന്ന് സ്ത്രീയെ വേർപെടുത്തുന്നുണ്ടല്ലോ. പക്ഷേ അവരിരുവരും ഒരു ദേഹമായി തീരുന്ന പിന്നെയും പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തത്? ഒരു ദേഹമായിരുന്നു ആദ്യമെങ്കിൽ. ആ ഒരു ദേഹത്തിൽ നിന്ന് ദൈവം അവരെ രണ്ടാക്കി മാറ്റി. രണ്ടാക്കിയെങ്കിലും കർത്താവ് പറഞ്ഞ അവർ ഇരുവരും ഒരു ദേഹമായി, വിവാഹത്തോടുകൂടി അവർ ഒരു ദേഹമായി തീരുമെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 = 1. ഇതാണ് ദൈവത്തിന്റെ ഫോർമുല. 1 + 1 = 2 എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫോർമുല അല്ല ദൈവത്തിൻ്റെത്. ദൈവത്തിന്റെ ഫോർമുല 1 + 1 = 1 എന്നുള്ളതായ ആ ഫോർമുല ആണ് ദൈവം ഇവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കാണുകയാണ് ഒന്നേ ഉള്ളൂ മനുഷ്യൻ, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം. ദൈവത്തിന്റെ സ്വരൂപം എന്താ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സ്വരൂപം. അതുകൊണ്ടല്ലേ ദൈവം ആവർത്തന പുസ്തകത്തിൽ വരുന്നായിട്ടുള്ള സമയത്ത് പറഞ്ഞു, നിങ്ങൾ എന്റെ രൂപം, എനിക്കൊരു രൂപം ഉണ്ടാക്കിയിട്ട് മത്സ്യത്തോടും മൃഗത്തോടും ഒന്നും ചേർത്ത് എന്റെ രൂപം ഉണ്ടാക്കാനായിട്ട് പാടില്ല, പർവ്വജാതിയോട് ചേർത്ത് എന്റെ രൂപം ഉണ്ടാക്കാനായിട്ട് പാടില്ല. ദൈവം തേജസ്സാണ്, ദൈവം ആത്മാവാണ്. അപ്പൊ ഈ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട്, പൂഴി കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളത് വരുന്നതിനെ കാണുന്നുണ്ട്. പൂഴി കൊണ്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം തന്റെ ഇമേജിൻ പ്രകാരം, തന്റെ ലൈക്നെസ് പ്രകാരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ തേജസ് അവനിലുണ്ട്, ദൈവശ്വാസം അവനിലുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരവിരുതാണ് അവൻ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ മനുഷ്യനെന്ന് പറയുന്നത് മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തിന്റെ പ്രകാശം കണ്ടിട്ട് മോശയുടെ മുഖത്തേക്ക് ഇസ്രായേൽ ജനത്തിന് നോക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മോശയുടെ മുഖത്ത് പിന്നീട് വെയിലിടേണ്ടി വന്നത് എന്ന് പറഞ്ഞതുപോലെ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തേജസ്സോടുകൂടെയാണ് അവനെ സൃഷ്ടിക്കുന്നത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള തേജസ്. കാരണം ദൈവം തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. ദൈവമാണ് അവന്റെ മൂക്കിൽ ശ്വാസം പോകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കരസ്പർശനം,
ദൈവത്തിന്റെ ശ്വാസം ആസ് ഇറ്റ് ഈസ് മനുഷ്യനാകുന്ന ആദാമിലെ. അപ്പൊ നോക്കിക്കോണം, ആ ക്രിയേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവത്തിന്റെ മകൻ എന്നാണ് ആദാമിനെ പേര് വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ മകൻ. അപ്പോ ദൈവത്തിന്റെ മകനായിരിക്കുന്ന ആദാം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സോടു കൂടെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായിട്ട് ആദ്യമേ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവിക തേജസ് അവനിൽ ഉണ്ടായിരുന്നു. ആ തേജസ്സിന്റെ ശോഭ ഒരു പക്ഷെ നമുക്കാർക്കും ഇമാജിൻ ചെയ്യുവാനൊന്നും കഴിയുന്നൊന്നും അല്ലെന്ന് ഓർത്തുകൊള്ളും. മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാത്ത ദൈവജനം എങ്ങനെ ആദാമിനെ നോക്കാനായിട്ട് പറ്റും? ആ കാലത്ത് ഏതായാലും ഭൂമിയിൽ വേറെ മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ട് ആദാമിന്റെ തേജസ്സിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ആദാമിനും അറിയത്തില്ല, കൂടെ വന്ന ഹവ്വായിക്കും അറിയത്തില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവർക്ക് ഒരു പക്ഷേ അതിന്റെ ഐഡിയ പിടികിട്ടി കാണത്തുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ തേജസ്സോടുകൂടെയാണ് ദൈവം മനുഷ്യനെ, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞത്, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്നാ പറയുക. ഡൊമീനിയൻ ഓവർ ഓൾ ക്രീച്ചേഴ്സ്, എവറിത്തിങ്, അധികാരം കൊടുക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം മനുഷ്യനെ ആരായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന് ഓരോ സൃഷ്ടിക്കും ഓരോരോ പർപ്പസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന എന്തിനാകുന്നെന്ന് ചോദിച്ചാൽ ആസ് ആൻ അംബാസിഡർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അംബാസിഡറായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ ഓർപ്പിച്ചല്ലോ, നമ്മൾ റെവലേഷനൊക്കെ പഠിച്ചാക്കുന്ന സമയത്ത് ഓർപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനാണ് കൊടുക്കുന്നത്. മനുഷ്യനാണ് കൊടുക്കുന്നത്. മനുഷ്യൻ അതിന്റെ മേൽ വാഴാനാണ് പറഞ്ഞത്. ഈ സാധനത്തെയാണ്, ഈ അധികാരമാണ് പിന്നെ പിശാച് കരസ്ഥമാക്കിക്കൊണ്ട് പോയത്. അതുകൊണ്ടാണ് കർത്താവ് യേശു തമ്പുരാൻ വീണ്ടും വരാനായിട്ട് പോകുന്നതെന്ന് ഓർത്തോണം. ഈ ഭൂമിയുടെ അധികാരം പിടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് അതും ഇതും എല്ലാം കൂടെ ക്ലബ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പിടുത്തം കിട്ടി കാണും എന്ന് തോന്നുന്നു. അപ്പൊ മനുഷ്യന് വേണ്ടി കൊടുത്തതാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഭൂമിയെ ഒരുക്കി കൊടുത്തതെന്ന് ഓർക്കണം. ഒരുക്കി കൊടുത്തിട്ട് എന്താ പറയുന്നത്, അവനെ ദൈവത്തിന്റെ അംബാസഡർ ആക്കി അവിടെ നിർത്തുകയാണ്. ഡൊമീനിയൻ അല്ലെങ്കിൽ സബ്ഡ്യൂ ഓവർ എവറിത്തിങ് എന്നുള്ളതായ അനുഭവത്തിലേക്കാണ്. അപ്പം ദൈവത്തിന്റെ ഉത്തരവാദിത്വമുള്ള പ്രതിനിധിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് കാണാനായിട്ട് കഴിയുകയാണ്. അത് അവിടെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ അംബാസഡേഴ്സ്, വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണേണ്ടത്. അപ്പൊ ദൈവം മനുഷ്യനൊരു അധികാരം കൊടുത്തു സകലത്തിന്റെ മേലും വാഴുവാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ആദാം എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിൽ, ആ രൂപത്തിൽ ആണും ഉണ്ടായിരുന്നു, പെണ്ണും അടങ്ങിയിരുന്നു എന്നുള്ളത് കൂടെ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി പറയുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഫസ്റ്റ് അനുഗ്രഹം ആർക്കാണ് കൊടുത്തത്? ജലജന്തുക്കൾക്കും പറവജാതികൾക്കും ആദ്യത്തെ അനുഗ്രഹം കൊടുത്തു എന്നുള്ളത് 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇനിയും രണ്ടാമത്തെ ബ്ലെസ്സിങ് ആണ് ആർക്ക് കിട്ടുന്നത്? മനുഷ്യനെ കിട്ടുന്നതെന്ന് ഓർത്തോളണം. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയും. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത് ആൻഡ് സബ്ഡ്യൂ ഇറ്റ്. ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും ഭൂമിയിലെ ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? അവരോടും പറയുന്നതായിട്ടുള്ള കാര്യം, മുകളിൽ പറഞ്ഞതായിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്നുള്ളത് ഓർത്തോണം. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിലെ പെരുകി നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും ആകാശത്തിന്മേലും എല്ലാറ്റിന്റെ മേലും ഉള്ളതായ സർവാധികാരം കൊടുത്ത് വാഴുവാനായിട്ട് കൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത ചില വാക്യങ്ങളോട് വായിച്ചിട്ട് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമി 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. അപ്പൊ ദൈവം മനുഷ്യനെ കൊടുത്തതായിട്ടുള്ള ഒരു ആഹാരക്രമം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങള്, വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം. ഇപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ദൈവം മനുഷ്യന് ആഹാരക്രമമായിട്ട് ആദ്യമേ കൊടുത്തു എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. ദൈവം അവർക്ക് നിശ്ചയിച്ചിരുന്ന ഫുഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് എന്നുള്ളത് അതിൽ നിന്ന് കാണാം. പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ദൈവം അത് അവർക്ക് വേറൊരു കൽപ്പന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. 6-ാമത്തെ 9-ാമത്തെ അധ്യായം ഒക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ ആദ്യത്തെ കൊടുക്കുന്ന കൽപ്പന എന്താണ്? ഒരു വെജിറ്റേറിയൻ ആയിരിക്കണം, അല്ലെ? വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്നത്.
പിന്നീട് 30-ാമത്തെ വാക്യം, ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂമിയിലെ മൃഗങ്ങൾക്കും പറവകൾക്കും ബാക്കി എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. അതായത് വൈൽഡ് ആനിമൽസിന് പോലും, to every beast to the earth and to every bird of the heavens and to everything that creeps on the earth, everything that has the breath of life, I have given every green plant for food എന്നാണ് പറയുന്നത്. അവരും ആക്ച്വലി എന്തായിരുന്നു? സസ്യബുക്കുകളായിരുന്നു. ആക്ച്വലി ഈ വൈൽഡ് ബീസ്റ്റ്, ഇന്ന് കടിച്ചു പറിക്കുന്നതായിട്ടുള്ള വൈൽഡ് ബീസ്റ്റ് പോലും ആക്ച്വലി സസ്യബുക്കുകളാണ്, വെജിറ്റേറിയൻസ് ആയിരുന്നു എന്നുള്ളത് പ്രാരംഭത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, താൻ ഉണ്ടാക്കിയതിനെയൊക്കെ ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി എന്നാ പറയുന്നത്. അവിടെ പറയുന്നത്, ആൻഡ് ഗോഡ് സോ എവറിത്തിങ് ദാറ്റ് he had made, and behold, it was very good. And there was evening and there was morning the sixth day. 6-ാമത്തെ ദിവസം വന്നപ്പോൾ സ്പെസിഫിക് ആയിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള 5 ദിവസങ്ങളിലും എക്സെപ്റ്റ് സെക്കൻഡ് ഡേ, ഇനി സെക്കൻഡ് ഡേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് വാക്യങ്ങൾ കൂടെ ക്ലബ് ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, സെക്കൻഡ് ഡേയിലും നല്ലതെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസവും ഈച്ച് ആൻഡ് എവറി ഡേ എല്ലാറ്റിനെയും ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 6-ാമത്തെ ദിവസത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ദിവസമാണ് 6-ാമത്തെ ദിവസം, വെരി ഗുഡ്. അന്ന് ഉണ്ടാക്കിയത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ജീവജന്തുക്കളെയും മനുഷ്യനെയുമാണ് അന്ന് കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ജീവജന്തുക്കളെ വരെ തന്റെ വാക്കുകൾ കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കി എന്ന് പറയുമ്പോൾ 6-ാമത്തെ ദിവസത്തിലെ മനുഷ്യന്റെ ക്രിയേഷൻ അത് കരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എന്നാണ് കാണാൻ കഴിയുന്നത്. അത് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ 7-ാമത്തെ വാക്യത്തിലാണ് അത് കാണാനായിട്ട് കഴിയുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടെയാണ് മനുഷ്യന്റെ ക്രിയേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 6-ാമത്തെ ദിവസത്തെ ക്രിയേഷനെ ദൈവം നോക്കുമ്പോൾ ബാക്കിയുള്ള 5 ദിവസത്തെ ക്രിയേഷനിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ലത് എന്ന് കണ്ടുകൊണ്ട് ദൈവം സന്തോഷിക്കുന്നതായിട്ടുള്ളതായ ഒരു ദിവസമാണ്. എന്നാൽ ഇവിടെ നമ്മളെ ചിന്തിക്കേണ്ടത്, ആ ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കും, ഓരോ ദിവസത്തെ ക്രിയേഷനിലും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ആദ്യമേ ലൈറ്റിനെ നിർമ്മിച്ചു, വെളിച്ചമുണ്ടായി. ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള ഓരോ സൃഷ്ടിയും ഇന്ന് വരെയും ഈ മൊമെന്റ് വരെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉദ്ദേശം, പർപ്പസ് ഓഫ് ഗോഡ്, അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മൊമെന്റ് വരെയും ദൈവം വെളിച്ചങ്ങളെ ഉണ്ടാക്കി, ഇന്ന് വരെയും ആ വെളിച്ചങ്ങള് മനുഷ്യന് അല്ലെങ്കിൽ ദൈവം എന്തു പറയുന്നു അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മൃഗങ്ങളോട് പറഞ്ഞു, ജലജന്തുക്കളോട് പറഞ്ഞു, പർവ്വജാതികളോട് പറഞ്ഞു, എല്ലാറ്റിനോടും പറഞ്ഞു. എല്ലാം അതിന്റെ പർപ്പസുകൾ ചെയ്തുകൊണ്ടിരിക്കുക, എക്സെപ്റ്റ് മാൻ, ഹ്യൂമൻ ബീയിങ്, അല്ലെ? മനുഷ്യൻ മാത്രം ഈ 6 ദിവസത്തിലെ സൃഷ്ടിയിലെ ഏറ്റവും നല്ലതെന്ന് കണ്ടതാണ് ഏറ്റവും വലിയ പരാജയമായി മാറിപ്പോയെന്ന് ഓർത്തുകൊള്ളാം. Being an ambassador of God in this universe, in this world, that was the purpose of man. When God creating man, that was the purpose. But man derailed from the purpose of God. The rest of the creation continuing its purpose in this world. But man derailed from the purpose of God. മനുഷ്യൻ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തത് എന്തായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശം എന്ന് നമ്മൾ കാണുകയാണ്. മനുഷ്യനെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ബീങ് ആൻ അംബാസിഡർ ഓഫ് ഗോഡ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഹ്യൂമൻസ് വെർ മെയ്ഡ് ടു റിഫ്ലക്ട് the Lord's character and his attributes in this world. That was the main purpose of human being. നമ്മുടെ സാദൃശ്യ പ്രകാരം, നമ്മുടെ സ്വരൂപ പ്രകാരം നാം മനുഷ്യനെ സൃഷ്ടിക്കുക. That was the plan of God. So that means to reflect the image, to reflect the likeness of God in this world.
ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ആർ വി റിഫ്ലക്ടിങ് ദ ഇമേജ് ആൻഡ് ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്? നാം ദൈവത്തിന്റെ സ്വരൂപത്തെ, ദൈവം നമ്മളോട് പറഞ്ഞതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ആർ വി റിഫ്ലക്ടിങ് ദ ഇമേജ് ഓഫ് ഗോഡ്? നാം ദൈവത്തിന്റെ സ്വരൂപപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു 90% നമ്മുടെ ക്യാരക്ടറും നമ്മുടെ രൂപവും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ DNA ആണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു 90% സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നാരുടെ കുഞ്ഞാണ് എന്ന് പറയും. കാരണം ആ ഒരു മുഖസാദൃശ്യം, പിന്നെ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ ശബ്ദത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതിൽ ഒക്കെ കാണും. കാരണം DNA സെയിമാണ്. ദൈവമക്കളെ, കർത്താവിന്റെ DNA ആണ് നമുക്ക് തന്നേക്കുന്നത്. ദൈവത്തിന്റെ DNA. ആദാമിൽ ദൈവത്തിന്റെ DNA ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആദാം ഫെയിലർ ആയിപ്പോയി. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ സ്വരൂപപ്രകാരം, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവം ലോകത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തികഞ്ഞ പരാജയമായി പോകുന്നു എന്നുള്ളത് ഇവിടെ ഓർത്തുകൊള്ളണം. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസ് വെയർ മെയ്ഡ് ടു റിഫ്ലക്ട് ദ ലോർഡ്സ് ക്യാരക്ടർ ആൻഡ് ഹിസ് ആട്രിബ്യൂട്ട്സ് ഇൻ ദിസ് വേൾഡ്. ദൈവത്തിന്റെ സ്വഭാവവും അവന്റെ ഗുണഗണങ്ങളും ലോകത്തിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് 5 ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ക്രിയേഷനുകൾക്കും ഈ ഉത്തരവാദിത്വം ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. അവർക്ക് ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തുടക്കം മുതൽ ഇപ്പോൾ വരെയും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യനെ സ്ത്രീയെയും എന്തിനു? മെൻ ആൻഡ് വുമൻ റിഫ്ലക്ട് ഗോഡ് ഇൻ ദർ എബിലിറ്റി ടു ലവ്. അതായത് 1 യോഹന്നാൻ 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. We love because he first loved us. മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചല്ലോ. എന്നിട്ട് എന്താ മനുഷ്യനിലുള്ള എന്താണെന്നുള്ളത്? ദൈവത്തിന്റെ സ്നേഹമാണല്ലോ ഈ ആണിലും പെണ്ണിലേക്കും പകർന്നു കൊടുത്തിരിക്കുന്നത്. മനുഷ്യന് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഇന്ന് കൂടുതൽ എങ്ങോട്ട് കിഴക്കോട്ട് പോകണ്ട നമ്മളല്ലേ. ഇന്നത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ചിന്തിച്ചേ. കൂടെ കിടക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുവാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും നിർദാക്ഷിണ്യം കൊല്ലുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഭാര്യ. നിങ്ങളൊക്കെ വായിക്കുന്ന വാർത്തകൾ. 2, ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ പോലും, തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടിരിക്കുന്നെങ്കിൽ പോലും പരസ്ത്രീയുടെ ബന്ധം തേടി പോകുന്നതായിട്ടുള്ള ഭർത്താക്കന്മാർ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭൂമി. ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഞാൻ മറ്റുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൊണ്ട് അവരെ നോക്കാതെ പരസ്ത്രീയുടെ പുറകാലെ പോകുന്ന പുരുഷൻ. ഞാൻ കേസ് തീർക്കാൻ വേണ്ടി ഞാൻ നടക്കണം. പിന്നെ ഇനി നമ്മൾ നോക്കണം. അപ്പം അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യാനായിട്ടാണ് കൊടുത്തത്. മനുഷ്യൻ എന്നാ ചെയ്യുന്നത്? കടിച്ചു കീറുക അല്ലെ. മൃഗത്തെ പോലെ മനുഷ്യൻ ഇന്ന് കടിച്ചു കീറുന്നതായിട്ടുള്ള അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഭർത്താവിനെയും ഭാര്യയെയും നോക്കിക്കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ മകുടങ്ങളായി തീരേണ്ടിയവർ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഭാര്യ. ഇതാണ് ഇന്നത്തെ അറ്റ് പ്രസന്റ് ലോകത്തിലെ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കിക്കൊള്ളണം. അതിനുവേണ്ടി എന്തും ഏത് ക്രൂരകൃത്യവും ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. Then, are we really reflecting God in our life? ദൈവത്തിന്റെ സ്വഭാവത്തെ, ഇമേജിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഓർപ്പിച്ചു, we are created to reflect God in our life. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കേണ്ടിവരാണ് നമ്മൾ. എന്നാൽ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മറ്റു മനുഷ്യരെ നമ്മൾ ശപിക്കുന്നവരുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ക്രിയേഷനെ ശപിക്കുന്നതായിട്ടുള്ളതായ ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പൊ ദൈവത്തിന്റെ ജനമേ, വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. 31 വാക്യങ്ങളാണ് ആദ്യത്തെ അധ്യായത്തിൽ ഉള്ളതെന്ന് ഓർത്തുകൊള്ളാം. 31 വാക്യങ്ങൾ അവിടെ ഉണ്ട്. 31 വാക്യങ്ങളിലും 31 പ്രാവശ്യം ദൈവം എന്നുള്ളതായ
പേര്, ദൈവം എന്നുള്ളതായ വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ തച്ചിലിരുന്ന് എണ്ണി നോക്കിക്കോണം. ഒന്നാമത്തെ വാക്യം മുതൽ 31 വാക്യങ്ങൾക്കകത്ത് 31 പ്രാവശ്യം ദൈവം എന്നുള്ള വേർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തിയിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എത്രത്തോളം സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ വേണ്ടി കൂടിയാണ് ഞാനത് പറഞ്ഞത്. ഓരോ വാക്യത്തിലും 31 വാക്യത്തിൽ 31 പ്രാവശ്യം ദൈവം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം എത്ര വലുതാണ്. ദൈവമക്കളെ, അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ദൈവത്തിന് എന്റെ വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം, എന്റെ കുടുംബ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനം, എന്റെ ആരാധന അനുഭവത്തിൽ, എന്റെ കൂട്ടായ്മ അനുഭവത്തിൽ എത്രത്തോളം സ്ഥാനം, ദൈവത്തിന് നമ്മൾ എത്ര സ്ഥാനം കൊടുത്തിട്ടുണ്ട്? ഒരു സംശയവും വേണ്ട. ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സ്ഥാനമായിരിക്കും എന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട. നമ്മുടെ അനുദിന ഇത് തുടക്കത്തിൽ നമ്മൾ ഓർപ്പിച്ച എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാറ്റിന്റെയും ആരംഭം എന്തായിരിക്കണം? ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ദൈവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തി മേഖലകളിലും തുടക്കം തന്നെ ദൈവമായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ നമ്മൾ എന്തായിരിക്കുന്നു ആ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നിറച്ചു നിർത്തുവാനായിട്ട് കൂടെ നമുക്ക് കഴിയണം എന്നുള്ളത് ഓർക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഒന്നാമത്തെ അധ്യായം മനസ്സിലായി കാണുമെന്ന് കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും പരമപ്രധാനം 6ാമത്തെ ദിവസത്തെ ക്രിയേഷൻ. പക്ഷെ 6ാമത്തെ ദിവസത്തെ ക്രിയേഷനാണ് പിന്നീട് പരാജയം അടയുകയും ചെയ്തത്. ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചതായ മനുഷ്യൻ തികഞ്ഞ പരാജയമായി പോകുന്നു. നാം ഇന്ന് ചിന്തിക്കണം, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പിതാവാണ്, എന്റെ പിതാവാം ദൈവമാണ്. ആ ദൈവം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യുവാൻ ഞാൻ ദൈവത്തിന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചതിൽ വേദനിക്കുന്നു, വ്യസനിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന്റെ ഉദ്ദേശം, മറ്റുള്ള എല്ലാ ക്രിയേഷൻസും ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് കണ്ടതായ നാം ദൈവത്തെ പരാജയപ്പെടുത്തുന്നവരായി, ഒരപ്പന്റെ സ്വഭാവം, ഗുണഗണങ്ങൾ നമ്മളിൽ കൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടിയെടുത്ത് നാം പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവം ദുഃഖിക്കും. വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ, വാക്കുകളിൽ, നടപ്പിൽ, എടുപ്പിൽ, പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിക്കുവാൻ, ലോകത്തിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.